നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിൻ്റെ പ്രവേശം, തിരുവനന്തപുരം 1. എന്ന് ഞാൻ പറയാൻ പോകുന്നത് മൈഗ്രെയിൻ ഹെഡേക്കിനെ പറ്റിയാണ്. മൈഗ്രെയിൻ ഹെഡേക്ക് അതായത് തലവേദന. ഈ തലവേദനയ്ക്ക് നമ്മൾ മലയാളത്തിൽ കൊടിഞ്ഞ കുത്തുന്നു, അങ്ങനെ പല പേരുകളും പറയാം. ഇപ്പോൾ ഇംഗ്ലീഷ് മൈഗ്രെയിൻ. അപ്പോൾ ഈ മൈഗ്രെയിൻ്റെ റീസൺ അൺനോൺ റീസണാണ്. പക്ഷേ ദർ ഈസ് എ റീസൺ. ഒരു റീസണില്ലാതെ ഒന്നും നമുക്ക് സംഭവിക്കുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മൈഗ്രെയിൻ എൻ്റെ ലക്ഷണം ഇതാണ്. നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും. അത് ഒരാളിനത് മൈഗ്രെയിൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും വെയിൽ കൊണ്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനപ്രയാസം വന്നാലോ അല്ലെങ്കിൽ അത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മൈഗ്രെയിൻസ് വരാം. പിന്നെ ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് ഈ ലൈറ്റ് ഇഷ്ടമല്ല, സൗണ്ട് ഇഷ്ടമല്ല, ജോലി ചെയ്യുന്ന ഇഷ്ടമല്ല, ഉറങ്ങാൻ പോലും സഹായിക്കത്തില്ല. വേദന സംഹാരി കഴിച്ചു കഴിഞ്ഞാൽ തന്നെയും കുറയില്ല. മൈഗ്രെയിൻ നമുക്ക് തലവേദനയെന്ന് നമുക്ക് പിന്നെ അതിന് അപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് സാധാരണ മൈഗ്രെയിൻ ഹെഡേക്ക് തലച്ചോറിന് വരുന്നതാണെന്ന് വിചാരിച്ചവർ MRI എടുക്കും. MRI ഒന്നും കാണത്തില്ല, നോർമലാണ്. അപ്പോൾ അങ്ങനെ പല ടെസ്റ്റുകളും ചെയ്യും, എല്ലാം നോർമലാണ്. പക്ഷേ അത് തലവേദന കുറയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ഓഫ് ദ ഗാൾ ബ്ലാഡർ. നമ്മുടെ ലിവറിൻ്റെ തൊട്ട് താഴെ ഒരു കൊച്ചൊരവയവമുണ്ട്. അതിൻ്റെ പേര് ഗാൾ ബ്ലാഡർ എന്നാണ്. ഈ ഗാൾ ബ്ലാഡറിൻ്റെ ഇറിറ്റേഷൻ കൊണ്ടാണ് മൈഗ്രെയിൻ ഹെഡേക്ക്. നമ്മളപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഗാൾ ബ്ലാഡറിൻ്റെ ഫങ്ഷന് നോർമലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും കൂടി ഞാൻ പറയും ഇതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഇതുപോലെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഗാൾ ബ്ലാഡറിൻ്റെ മെഡിസിൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലിവർ ഫങ്ഷൻ ഡിസോർഡർ ആയിക്കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഹെഡേക്ക് വരാം. അതാണ് മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കഴിയുന്നതും റെസ്റ്റ് എടുക്കുക, മാക്സിമം വെള്ളം കുടിക്കുക. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ആഹാരമൊന്നും അവർ കഴിക്കാനൊക്കത്തില്ല. കാരണം ഈ വേദന വന്നു കഴിഞ്ഞാൽ ഈ വേദന അവസാനിക്കണമെങ്കിൽ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ വേദന നിൽക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഘുവായിട്ടുള്ള ഫ്രൂട്ട്സോ വെള്ളം ഇതുപോലെ ഏതെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കുടിക്കാനേ പറ്റൂ 2-3 ദിവസത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. ഈ മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുപഞ്ചർ എന്ന് പറയും. അക്യുപഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീഡിൽ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അക്യുപഞ്ചർ ഇപ്പോൾ ഒരു പ്രധാനമായിട്ടുള്ളൊരു സിസ്റ്റമാണ്. WHO അംഗീകരിച്ചിട്ടുള്ളതാണ് ചൈനീസ് മെഡിസിൻ ആൻഡ് അക്യുപഞ്ചർ. അത് WHO അംഗീകരിച്ചിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ്. അപ്പോൾ അക്യുപഞ്ചർ പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സിറ്റിംഗ് കൊണ്ടത് നോർമലാവും. പിന്നെ നമ്മൾ ഡയറ്റും ബാക്കിയുള്ള കാര്യം ചെയ്താൽ മതി. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്യുപഞ്ചർ മെറിഡിയനുണ്ട്, ചാനൽ. അപ്പോൾ അതിനകത്ത് പ്രത്യേക നീഡിൽ കൊടുത്തിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗാൾ ബ്ലാഡർ, അതിന് പറയുന്നത് GB എന്നാണ്. ഇപ്പോൾ ഗാൾ ബ്ലാഡറിൻ്റെ പോയിൻറ്റ്സുകളിൽ സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റേത് മെഡിസിൻ കൊടുക്കുന്നതിനേക്കാളും വളരെ എഫക്റ്റീവാണ്. ഞാനിത് പറയാൻ കാരണം ഞാൻ പല സിസ്റ്റംസും പഠിച്ചിട്ടുണ്ട്. മോഡേൺ മെഡിസിൻ, ഹോമിയോപ്പതിക് മെഡിസിൻ, നാച്ചുറോപ്പതി, അക്യുപഞ്ചർ, ചൈനീസ് മെഡിസിൻ, ഇങ്ങനെ പലതും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ പേഷ്യൻസിന് ധാരാളം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് കൊടുക്കുന്നത് അക്യുപഞ്ചർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ആക്സസറീസ് ആയിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസിലൊക്കെ ഉള്ള കമ്പൗണ്ട്സുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഹെഡേക്ക് നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും. ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഈവൻ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ഹാർട്ടിൻ്റെ ബ്ലോക്ക്. അപ്പോൾ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. അതേപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനം പേഷ്യൻ്റ് ഉണ്ടാകുന്നില്ല. പിന്നെ ബൈപ്പാസ് സർജറി തന്നെ മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ്. എന്നുവെച്ച് 100% വരുന്നില്ലല്ലോ. ബാക്കി 10% ചിലപ്പം എമർജൻസി സർജറിയൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇതിന് പകരമായിട്ട് ചെയ്യുന്നത് ഹാർട്ട് സ്കാൻ ചെയ്യാം,
പിന്നെ ആൻജിയോപ്ലാസ്റ്റിക്കും പിന്നെ ബൈപ്പാസ് സർജറിക്ക് പകരം നമുക്ക് കിലേഷൻ തെറാപ്പി ആൻഡ് ലേസർ തെറാപ്പി. ഇതിനകത്ത് എൻ്റെ ഹാർട്ട് പ്രധാനമായ ഹാർട്ട് ബ്ലോക്ക് പേഷ്യൻസ് ഇവരൊക്കെ ആയിരുന്നു. മാർത്താണ്ഡ മഹാരാജാവ്, പിന്നെ അതുപോലെ നമ്മുടെ ഫോമർ പ്രസിഡൻറ്റ് കെ.ആർ. നാരായണൻ സാറ്, പിന്നെ അമേരിക്കൻ പ്രസിഡൻറ്റ് ജിമ്മി കോട്ടർ, ഇവരൊക്കെയായിരുന്നു എൻ്റെ പ്രമുഖമായ പേഷ്യൻസ്. പക്ഷേ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.